ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് LGSൻ്റെ ഇമ്പോർട്ടൻറ്റ് SCERT ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി എങ്ങനെ നേടാം മാസ്റ്റർ പ്ലാനും അങ്ങനെയൊക്കെ ആയിട്ട് LDCയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കൂടി കണ്ടു നോക്കൂ, ഇത് കാണുന്ന ആൾക്കാർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ്. അപ്പം ഈ പഠിത്തം കഴിഞ്ഞ്, അതായത് ഇപ്പൊ ഏജ് കൂട്ടി കഴിഞ്ഞിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവൂലേ, അല്ലെങ്കിൽ ഏജ് കൂട്ടി കഴിഞ്ഞ് പഠിക്കാൻ വരുന്ന ആൾക്കാരോടാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് എന്ന് കരുതുന്നതിലും നല്ലത് നിങ്ങൾക്ക് ഇതൊരു മെയിൻ ചാൻസ്, നിങ്ങളുടെ തലവര മാറ്റാനുള്ള ഒരു ചാൻസാന്ന് കരുതി നിങ്ങൾ പഠിക്കുക. പിന്നെ ചില ആൾക്കാർക്കൊരു തോന്നലുണ്ടാവും, അയ്യോ ഞാൻ 18 വയസ്സുള്ള ഇച്ചിരി ഇല്ലാത്ത പിള്ളേരോട് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആൾക്കാരോട് അവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, എനിക്കതില്ല. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അതൊന്നും ഒരു ബേസ് അല്ല. LDCക്ക് നേരത്തെ പോലെ കുറെ വലിച്ചു കയറി പഠിച്ചാലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. സിലബസിനനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ്, SCERT ചാപ്റ്റേഴ്സും സിലബസിലുള്ള വിഷയങ്ങളും പഴയ PYQ മനസ്സിലാക്കി അതും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അല്ലാതെ കുറെ വലിച്ചു വാരി അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. വലിച്ചു വാരി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ പഠിക്കരുത്, നമുക്ക് അറിയണം. LDC ഇപ്പോഴത്തെ PSC എന്താ എന്നറിഞ്ഞ് പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും, ഉറപ്പായിട്ടും നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക്, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ജോലി നേടാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഭരണഘടനയും പൗരാവകാശവും, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ്. അതിൻ്റെ അകത്ത് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ മെയിൻ ചാപ്റ്റേഴ്സ് 9, 10, 6, 5 തൊട്ട് 10 വരെയുള്ള ഇമ്പോർട്ടൻ്റ് അല്ല, ആ സിലബസിൽ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. SCERT എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഏതാ നോക്കാം. ആദ്യം 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. 9ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യത്തിന്റെ വ്യാപനം. 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. പഴയ SCERT ചാപ്റ്ററിലെ ഭരണഘടന, അവകാശങ്ങളും കടമകളും. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഇനി 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. 9ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടന, വഴിയും വഴികാട്ടിയും. 8ാമത്തെ ചാപ്റ്റർ 8ആയ അധികാരം ജനങ്ങൾക്ക്. 6ാം ക്ലാസ്സിലെ ഭരണഘടനയ്ക്കൊരു മുഖവര. അങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ്. 5ാം ക്ലാസ്സിലൊന്നും ഒരൊറ്റ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ ഭരണഘടനയും പൗരാവകാശവുമായി ബന്ധപ്പെട്ട് ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തത് ചരിത്രവും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട. ചരിത്രവും നവോത്ഥാനവും. ഹിസ്റ്ററി 3 ഉണ്ട്. ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം. ഇത് അങ്ങനെ 3 ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കാം. 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. 8ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം, ഒരു ഇന്ത്യൻ അനുഭവം. ഇത്രയാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വരുന്നത്. അടുത്തത് കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള റിനൈസൻസ് എന്ന് വരുന്നത് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് ചരിത്രവും നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ചരിത്രവും കേരള
ഹിസ്റ്ററി ഉണ്ട്. കേരള ചരിത്രവും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്നും നീതിയിലേക്കും 12ാമത്തെ ചാപ്റ്ററായ ചരിത്രത്തിന്റെ ആധാരശിലകളും 8ാമത്തെ ചാപ്റ്ററായ 8ാം ക്ലാസ്സിലെ ദേശീയ പ്രസ്ഥാനവും കേരളവും 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഓൾഡ് SCERTയിലെ 8ാമത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ. ഇത്രയാണ് കേരള റിലയൻസ് ആൻഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. അടുത്തത് ഭൂമിശാസ്ത്രമാണ്. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി. അത് 3 ഉണ്ട്. ലോക ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, അങ്ങനെ 3 ഇതുണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തില് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും, 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അതാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കാൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം അതിൽ പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ്. അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. 9ാം ക്ലാസ്സിലെ വരുന്ന ചാപ്റ്റേഴ്സാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ്. 1 ലോകത്തിന്റെ നെറുകയിൽ, 2ാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ, 3ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി, 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, 7ാമത്തെ ചാപ്റ്ററായ മരുഭൂമികളിലൂടെ, 8ാമത്തെ ചാപ്റ്ററായ തീരങ്ങളിലൂടെ. ഇത്രയാണ് മൊത്തം 5 തൊട്ട് 10 വരെയുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. അടുത്തതാണ് കേരള ലോക ഭൂമിശാസ്ത്രം. കേരള ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ കേരള ജോഗ്രഫിക്കകത്ത് വരുന്നത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം, 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി, 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം, 9ാമത്തെ ചാപ്റ്ററായ പരിസ്ഥിതിയെ അറിയാം. ഇത്രയാണ്. അടുത്താണ് ലോക ഭൂമിശാസ്ത്രത്തില് 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ വരയ്ക്കാം വായിക്കാം, 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഗോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, 7ാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങളിലൂടെ, 10ാമത്തെ ചാപ്റ്ററായ സമുദ്രങ്ങളിലൂടെ. അതുപോലെ 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഭൂമി, 9ാമത്തെ ചാപ്റ്ററായ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും, 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭൂമിയുടെ ചലനങ്ങൾ, 10ാമത്തെ ചാപ്റ്ററായ ലോക ഭൂപടത്തിൽ. അടുത്തത് എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രം. എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ആട്ടോ എക്കണോമിക്സ്. അങ്ങനെ നമ്മൾ GKയുടെ പോർഷനിൽ നമുക്ക് മാത്രം ഇഷ്ടമുള്ള ഒരു പോർഷൻ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാ വിഷയങ്ങളും പഠിക്കണം, എന്നാലേ നമുക്ക് GK എല്ലാം കിട്ടത്തുള്ളൂ. ഇത് സാമ്പത്തിക ശാസ്ത്രം. അതിൽ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പണവും സമ്പദ് വ്യവസ്ഥയും, 7ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ അടിസ്ഥാന സാമ്പത്തിക ശാസ്ത്രം. ഇനി സയൻസിൽ വരുമ്പോൾ സയൻസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിട്ടുള്ളത് ബയോളജിക്കാണ്. ബയോളജിക്ക് ഒരൊറ്റ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. മൊത്തം 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 21 ചാപ്റ്റേഴ്സും പഠിക്കണം. അതിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്യാൻ ഒന്നുമില്ല, അത് മൊത്തം പഠിക്കണം. പിന്നെ കെമിസ്ട്രി ഫിസിക്സിൽ 5 മുതൽ 8 വരെയുള്ള എല്ലാ ബേസിക് സയൻസ് ചാപ്റ്റേഴ്സും നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നമുക്ക് ഒഴിവാക്കാവുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ 4ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്ററും, കെമിസ്ട്രിയിൽ 9ാം ക്ലാസ്സിലെ 4ാമത്തെയും 8ാമത്തെയും, 10ാം ക്ലാസ്സിലെ 4ാമത്തെയും 5ാമത്തെയും ഇത്തരം ചാപ്റ്റേഴ്സ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഫിസിക്സിൽ 10ാം ക്ലാസ്സിലെ 4, 6, 7 തുടങ്ങിയ ചാപ്റ്ററുകളും,
കെമിസ്ട്രിയിലെ 9ാം ക്ലാസ്സിലെ 4, 8, 10ലെ 4, 5 ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് സയൻസിൽ ഒഴിവാക്കാൻ പറ്റുന്നത്, ഫിസിക്സ് കെമിസ്ട്രിയിൽ ഒഴിവാക്കാൻ പറ്റുന്നുള്ളത്. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയാണ് SCERT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊന്നും കളയാനില്ല, ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. വേറെയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും വലിച്ചു വാരി കുറേ പഠിക്കണ്ട. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുക. ഈ ചാപ്റ്റേഴ്സ് എല്ലാം തറവായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാ പ്രസ്താവന ചോദ്യങ്ങൾക്കും, SCERT എന്ന് വരുന്ന എല്ലാ പ്രസ്താവന ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉറപ്പായും എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ.